പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, സമകാലിക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐയുടെ നിലപാടുകൾ എന്താണ് എന്ന് വിശദീകരിക്കാൻ നാട്ടിലാകെ സംഘടിപ്പിക്കുന്ന പ്രചാരണ വിശദീകരണ യോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയും ഇവിടെ വെച്ചിട്ടുള്ളത്. എനിക്ക് മുമ്പ് അധ്യക്ഷൻ വളരെ ചുരുക്കിയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സകലമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും സർവശക്തിയും സമാഹരിച്ച് ഇടതുപക്ഷത്തിനെതിരായി പൊരുതി നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഈ പൊതുയോഗം. കേരളത്തിലെ എല്ലാ വലതുപക്ഷ മാധ്യമ മൂടിക്കൂട്ടന്മാരും മുക്കയിടുന്നത്, മൂക്കുചീറ്റുന്നത്, ചുര മാന്തുന്നത്, കയർ പൊട്ടിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ യശസ്സ് തകർക്കാനാണ്, ശിരസ് പൊളിക്കാനാണ്. കേരളത്തിലെ എല്ലാ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അജണ്ടയിലെ ആദ്യത്തെ ഇനമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. കേരളത്തിലെ സർവ വർഗീയ വിധ്വംസക പുലാക്കുകളും നോമ്പെടുത്തിരിക്കുന്നത് നമ്മുടെ നാമ്പ് തൊള്ളാനാണ്. ഒച്ച മനസ്സിലാവും. എനിക്ക് കൂട്ടിയാൽ കൂടെ ഒച്ച ഒച്ച മതി, ബാക്കി കേൾക്കുന്നു. എക്കോ വേണ്ട, ഒച്ച ഉണ്ടായാൽ മതി. ഇങ്ങനെ എല്ലാവരും നമ്മെ എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. മനോരമയും മാതൃഭൂമിയും വീക്ഷണവും ചന്ദ്രികയും കൗമുദിയും ദീപികയും ഏഷ്യാനെറ്റുമെല്ലാം നമുക്കെതിരാണ്. ഇല്ലാതെ മതി, ഒക്കെ ശരിയായിക്കോളും. മനോരമയുടെ ലേഖകൻ നമ്മുടെ പ്രസ്ഥാനത്തിനെതിരാണ് എഴുതുന്നതെങ്കിൽ പേനയുടെ അഗ്രം മഷിയുടെ കുപ്പിയിലല്ല മുക്കുക. ടാരന്റെ വീപ്പയിൽ കലക്കി വെച്ച കരിയോയിലേക്ക് ഒലക്കേന്റെ മൂടാണ് മുക്കുക. ഒരു 10-12 ഇഞ്ച് വലിപ്പമുണ്ടാവും ഓരോ അക്ഷരത്തിനും. അച്ഛൻ കുമാരനും മകൻ കുമാരനും നടത്തുന്ന മാതൃഭൂമി പത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഡിവൈഎഫ്ഐക്കും എതിരാണ്. ഈ റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരുത്തന്റെ പിന്നാമ്പുറത്ത് ഒരു മൂരി കുത്തിയാൽ കുത്തിയ മൂരിയുടെ ഉടമയ്ക്ക് ഡിവൈഎഫ്ഐ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ഗവേഷണം നടത്താൻ പ്രാദേശിക ലേഖകനെ ചെല്ലും ചെലവും കൊടുത്തു പറഞ്ഞയക്കുന്ന പാരമ്പര്യത്തിൽ നിന്ന് തെല്ലും പുറകോട്ട് പോയിട്ടില്ല അച്ഛൻ കുമാരൻ വീരേന്ദ്രൻ, മോൻ കുമാരൻ ശ്രേയാംസ്, രണ്ടും കണക്കാണ്. പിന്നെ മുസ്ലിം ലീഗിന്റെ മുസായിഫ്, ബിജെപിയുടെ വേദം, ഒന്ന് ചന്ദ്രികയാണ്, ഒന്ന് ജന്മഭൂമിയാണ്. ഇവരൊക്കെ നമുക്കെതിരാണ്. അത് പിന്നെ 2 പാർട്ടി പത്രമാണ്. എല്ലാ വലതുപക്ഷ മാധ്യമങ്ങളും നമുക്കെതിരാണ്. വലതുപക്ഷ പാർട്ടികളും വർഗീയ പാർട്ടികളും നമുക്കെതിരാണ്. കേരളത്തിൽ 2.25 കൊല്ലമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2.25 കൊല്ലം കൂടി ബാക്കിയുണ്ട് അവർക്ക് അധികാരത്തിലിരിക്കാൻ സാങ്കേതികമായി എന്നാണ് അർത്ഥം. ഈ ഗവൺമെന്റ് നല്ലതാണെന്ന് പറയുന്ന 4 ആളെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. എതിർക്കുന്നവർ വേണ്ട, അനുകൂലിക്കുന്നവർ ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. ഏതാണ്ടൊരു കൊല്ലം മുമ്പാണ് ആന്റണി കൊച്ചിയിൽ വന്നത്. ബ്രഹ്മോസ് എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് സ്റ്റേജിൽ കയറിയപ്പോൾ വലത്തോർത്തേക്ക് നോക്കിയിട്ട് പ്രസംഗിക്കുമ്പോൾ ആന്റണി പറഞ്ഞു, ഇയാളെനിക്ക് ഇഷ്ടമാണ്. നോക്കുമ്പോൾ VS. ഇടതുഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇയാളുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, എനിക്ക് ഇയാളിഷ്ടമാണ്. നോക്കുമ്പോൾ ഇളവര കരീമ. എന്തങ്ങനെ പറയാൻ എന്ന കാരണവും പറഞ്ഞു ആന്റണി. സത്യമായിട്ട് ഞാൻ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന പണം ഇവര് കേരളം ഭരിക്കുമ്പോൾ വക മാറാതെ വകതിരിവോടെ ചെലവഴിച്ചിരുന്നു എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ? അടുക്കിയിരിക്കുന്ന ഉമ്മൻചാണ്ടി അങ്ങനെയല്ല എന്നാ.
മൂപ്പരപ്പം മുഖ്യമന്ത്രി. 2 പൊളിയുള്ള വാതിൽ ഒന്ന് അടച്ചതാന്ന് പറഞ്ഞാൽ മറ്റത് തുറന്നതാന്നാ മലയാളം. അതിന് ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലൊന്നും പോണ്ട, സാമാന്യ വിവരം മതി. ആന്റണിക്ക് ഉമ്മൻചാണ്ടി കള്ളനാന്ന് നേരാം വണ്ണം പച്ചയായി പട്ടാങ്ങായി പറയാൻ പറ്റുമോ? ഇല്ല, സ്വന്തം അനുയായിയ. അപ്പൊ വളച്ചിട്ടേ പറഞ്ഞോളൂ. ഇവര് നല്ലോലാട്ടോ എന്ന് പറഞ്ഞ അപ്പം മോശാന്ന. പണ്ട് തറവാട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ പേര് ചൊല്ലി വിളിക്കില്ല. പേരൊക്കെ ഉണ്ട്, ദാമോദരൻ നായർ, ചാത്തുക്കുട്ടി കുറുപ്പ്, അബ്ദുറഹിമാൻ രാജി, അങ്ങനെയൊക്കെ പേരൊക്കെ ഉണ്ട്. പക്ഷെ ഭയഭക്തി ബഹുമാനം കൊണ്ട് വിളിക്കില്ല. എന്താ വിളിക്കുക? ഏയ് ഇങ്ങോട്ട് നോക്കി, കുട്ടികളെ അച്ഛൻ, മക്കളെ വാപ്പ കേട്ടോ, നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെയൊക്കെയാ വിളിക്കുക. പേരില്ലാഞ്ഞിട്ടാ? അല്ല, ഒരു പേടിയോണ്ടാ. ആന്റണിയാ പറഞ്ഞത് ഇവൻ കള്ളനാണ്. പെറ്റ കള്ളതാ പറഞ്ഞു വെച്ചാൽ പോറ്റി മുത്താച്ചി എന്തു പറയും? പിന്നെന്ത് പറയാനായത്? ഗൗരിയമ്മ നിങ്ങളുടെ മുന്നണിയാ JSS. ഇന്നിപ്പോ അവര് പ്രസ്താവന ഇറക്കിയത്, ഒരു മാസം മുമ്പ് ചേർത്തലയിൽ സമ്മേളനം നടത്തി പറഞ്ഞത് ഈ മുന്നണി നാറി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ പോവുകയാണ് എന്ന്. രാജ്യം ബാബു പറഞ്ഞത് JSS ഞങ്ങൾ പ്രത്യേകം ഉണ്ടാക്കി മുന്നണിയോടൊപ്പം നിൽക്കുന്ന. JSS ഉണ്ടാക്കിയാൽ അതിന്റെ ഫുൾ ഫോം ജനങ്ങളെ സുൽപ്പാക്കുന്ന സംഘടന എന്നാവും, അല്ല നന്നാക്കേണ്ട സംഘടന എന്നല്ല. മുഖരപൂരിപ്പ് തീർന്നിട്ടുണ്ട്. രാഘവൻ ആശുപത്രിയിലാവുന്നതിന് മുമ്പ് CMPയുടെ പോളിറ്റ് ബ്യൂറോ, അല്ലാഹ്, CMPക്കും പോളിറ്റ് ബ്യൂറോ, പിന്നെ ഓനെ പറ്റി എന്ത് പറയാനാ? സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നിന്ന് വിളിച്ചിട്ട് 10 റുപ്യന്റെ ടൈഗർ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് 3 എണ്ണം ബാക്കിയാ ബിസ്ക്കറ്റ്. മനസ്സിലായി നിങ്ങൾ? ആ പാർട്ടിയാ പറഞ്ഞത് എന്ത്? ഞങ്ങൾ പോളിറ്റ് ബ്യൂറോ നായി കൊടുത്തെ, കുടിക്കാൻ കഞ്ഞാണെങ്കിലും കൂട്ടാൻ കോയിന്റെ കാലായിക്കോട്ടെ നമുക്കൊരു ലൈവ്. ഇന്ന് ഞാൻ മോശാക്കള്. പണ്ടൊക്കെ എന്റെ നാട്ടിൽ ട്യൂട്ടോറിയൽ കോളേജ് നടത്തും. പൈസ ഇല്ലാത്തതുകൊണ്ട് മേൽക്കൂര ചോർന്നൊലിക്കും മഴക്കാലത്ത്. വേനൽക്കാലത്ത് സരിത വരും എന്ന് പറഞ്ഞാൽ വെളിച്ചം, സൂര്യ വെളിച്ചം, അത് അങ്ങനെയാണോ ഇപ്പൊ പറയാം. ബെഞ്ചിന് 3 കാലേ ഉണ്ടാവുള്ളൂ, പൈസ ഇല്ലാഞ്ഞിട്ടാ നന്നാക്കാൻ. ഇളകിയാടുന്ന ബെഞ്ചും ചോർന്നലിക്കുന്ന മേൽക്കൂരയുമുള്ള ട്യൂട്ടോറിയൽ കോളേജിന് നമ്മളൊക്കെ എന്താ പേരിടുക? ഓക്സ്ഫോർഡ്, എഡിൻബറോ, കേംബ്രിഡ്ജ്, തക്ഷശില, ഇതിലെ മോശാക്കള്. അങ്ങനെ പേരിട്ടതാ. CMPയുടെ പോളിറ്റ് ബ്യൂറോ ആവട്ടെ. അത് ചേർന്നിട്ട് രാഘവൻ പറഞ്ഞു, രാഘവന് മിണ്ടാൻ വയ്യാത്തതുകൊണ്ട് KR അരവിന്ദാക്ഷനും മൂപ്പര് പറഞ്ഞ് ശരിയാണോ എന്ന് ബോധ്യമില്ലാത്തതുകൊണ്ട് CP ജോൺ, ഇവർ രണ്ടാളും പറയും. അവര് പറഞ്ഞു ഈ മുന്നണി നല്ലതല്ല, നിങ്ങളെ മുന്നണി. ബാലകൃഷ്ണപിള്ള അയാൾ പറഞ്ഞു, ഒരു 4 മാസം മുമ്പ് വരെ പറഞ്ഞത് എന്റെ മൂത്ത ചെക്കനെ പോലെ കുരുത്തം കെട്ടതാ ഗവൺമെന്റ് എന്ന്. ഇപ്പൊ പറയുന്നത് എന്റെ മോൻ എടുക്കുക വെച്ചാൽ നല്ലതാ ഗവൺമെന്റ് എന്ന്. മൂപ്പർക്കനുസരിച്ചാ പരിപാടി. വാക്കുകൾ മാറ്റി പറയുന്ന കാര്യത്തിൽ ബാലകൃഷ്ണപിള്ള ബാലകൃഷ്ണപിള്ളയല്ല, 66 ബാലകൃഷ്ണപിള്ള. ഇടയ്ക്കിടയ്ക്ക് മാറും. 6 ബാലകൃഷ്ണപിള്ളയല്ല. പത്രക്കാരെ ചോദിച്ചു, നിങ്ങളെ മോന്റെ പേരിൽ എന്തോ ഒരു കേസ് ഉണ്ടായിട്ടില്ലേ പുറത്തോണ്ടി വന്നത്? ബാലകൃഷ്ണപിള്ള അത് യാമിനിന്റെ കേസാ, അത് 5.5 കോടി കൊടുത്ത് തീർത്തു. അപ്പൊ അപ്പുറത്ത് ഇടയുന്നു, യാമിനിന്റേതാ തീർത്തിട്ടുള്ളൂ, കാമിനി ഇവിടെ ഉണ്ട്, ഒക്കെ പൈസ കൊടുത്തിട്ടില്ല. കച്ചവടം പലതും സംഭവിക്കുന്നു. ഇതാ ഏർപ്പാട്. അബ്ദുള്ള കുട്ടീന്റെ കാര്യം കേട്ടില്ലേ നിങ്ങൾ? സരിതനെ വിളിച്ചത്, സരിത പോയത്, തോണ്ടിയത്, മാന്തിയത്, മെസ്സേജ് അയച്ചത്. അബ്ദുള്ള കുട്ടി പറഞ്ഞു, ഞാൻ സരിതനെ കണ്ടിട്ടില്ല. എന്റെ നാട്ടിലെ ചാത്തുക്കുട്ടിയുടെ മോനെ കാണാൻ നിവൃത്തിയില്ല, രാത്രിയാണ്, നേരെ കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മുടെ സമീപനം. അബ്ദുള്ള കുട്ടിയോട് ഇന്നലെ റിപ്പോർട്ടർ TVയിലെ അനുപമ ചോദിച്ചു ചില ചോദ്യം. അബ്ദുള്ള കുട്ടിക്ക് ഉത്തരം മുട്ടിയപ്പോൾ അബ്ദുള്ള കുട്ടി പറഞ്ഞു, DYFIക്കാരുടെ തല്ല് കൊണ്ടുകൊണ്ട് എനിക്ക് തലയ്ക്ക് പെരുപ്പ് വിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മൈക്ക് ഓഫ് ആക്കുകയാണ്, അല്ല ഈ ഫോൺ ഓഫ് ആക്കുക, മുമ്പിൽ മിണ്ടാതെ കിടന്നു. ഓരോ മന്ത്രിമാരെടുത്ത് പരിശോധിച്ചു നോക്ക്, MLAമാരെടുത്ത് പരിശോധിച്ചു നോക്കുന്നത്. പിന്നെ എന്തിനാ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നന്നാവുന്നത്? കൈക്കോലൊക്കെ വളഞ്ഞിട്ട് പിന്നെ മോന്തായി നൂറിട്ട് എന്താ ഇതം കൂട്ടിപ്പോയി. അപ്പൊ കൈക്കോലിനനുസരിച്ച് ഇങ്ങനെ മോന്തായി വളഞ്ഞു കൊടുക്കുക. സരിതന്റെ പ്രശ്നമൊക്കെ പറഞ്ഞാൽ നേരം കൊടുക്കും. ഞാൻ ചിലതുകൂടി വേറെ പറയേണ്ടല്ലോ. എന്നാലും BJPക്കാരെ പുതിയ കൊണ്ടായിരുന്നു, അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയണമല്ലോ. ചങ്ങനാശ്ശേരിക്കാരൻ സോമരാജിന്റെയും തിരുവനന്തപുരത്തുകാരി ഇന്നലെയുടെയും മകളായി നമ്മുടെ നാട്ടിലൊക്കെയുള്ള സ്ത്രീകളെ പോലെ പാവം ഒരു പെൺകുട്ടിയായി ജനിച്ചതാണ് ഈ സരിത. അവരെങ്ങനെയാണ് അധികാര കേന്ദ്രങ്ങളിൽ അതിരുകളില്ലാതെ വളർന്നത്? ആർക്കും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി മുഖ്യമന്ത്രി മാറിയതുകൊണ്ടാണോ, അല്ല ഇവർക്ക് സ്വാധീനമുള്ളതുകൊണ്ടാണോ? പറയണം. കോട്ടയത്തെ കളപ്പാമറ്റത്തെ ചടങ്ങിൽ, പൊതുചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ചുമലിലേക്ക് സരിത കിടക്കുന്നുണ്ടില്ലെങ്കിൽ, കാളിദാസൻ ശാകുന്തളത്തിൽ പാടിയതുപോലെ തേന്മാവിലേക്ക് മുല്ലവള്ളി ചിറ്റി കിടക്കുന്നത് പോലെ ഇത്ര അടുപ്പത്തില്ല. ഇങ്ങനെ അടുപ്പത്തിലേക്ക് കിടക്കാനാവില്ല. അന്നമ്മേന്റെ അടുത്ത് ഇങ്ങനെ കിടന്നിട്ടുണ്ടാവില്ല ഉമ്മൻചാണ്ടി. മുമ്പ് പെണ്ണുങ്ങളാണ് അന്നമ്മ. അപ്പൊ അടുത്ത ബന്ധം.
അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും സരിതയെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സരിതയെ കണ്ടില്ല നിങ്ങൾ? ദീപാവലി മിഠായി കൊണ്ടുപോകണമായിരുന്നു. ഇന്ന് പച്ച, നാളെ മഞ്ഞ, മറ്റന്നാൾ ചുവപ്പ്, പല ജാതി സാരിയ. ജഡ്ജി ചോദിച്ചു സരിതയോട് സാരിക്ക് എന്ത് വില ഉണ്ട്? അപ്പൊ ഹനുമാൻ രാമായണത്തിൽ പറഞ്ഞാൽ ലങ്കയെ കുറഞ്ഞ് ഞാൻ ചാടൂല, 25,000 കുറഞ്ഞ് ഞാൻ വാങ്ങില്ല. 25,000 കുറഞ്ഞ സാരിയില്ല. ഇതൊക്കെ ഇവിടുന്ന് കിട്ടിയെന്ന് പരിശോധിക്കണം. കോൺഗ്രസ് പറയട്ടെ മറുപടി, നമുക്കത് നേരമില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പത്രക്കാരി വെച്ചുകൊണ്ട് ഷാലു മേനോന്റെ വീട്ടിൽ കൂടുതൽ പോയിട്ടുണ്ടോ? അത് സത്യം പറഞ്ഞു. ഞാൻ വീട്ടിൽ കൂടുതൽ പോയതല്ല, പോയപ്പം കൂടിപ്പോയത്. അത് സത്യമാണ്. പോയാൽ ആരും കൂടിപ്പോവും പെണ്ണുങ്ങളെടുത്ത്. കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ കുടുങ്ങിയതാ. കേന്ദ്ര സെൻസർ ബോർഡിലേക്കാ ഷാലു മേനോനെ നോമിനേറ്റ് ചെയ്തത്. കൊടിക്കുന്നിൽ അറിയുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം. ഗ്രഹണി പിടിച്ചവന്റെ മുന്നിൽ ചക്കപ്പുഴുക്ക് പ്ലേറ്റ് കൊണ്ടുവച്ചാൽ അവന് തോണ്ടി കളിക്കുക ചെയ്യുക. അവന്നായിട്ട് വീട് ആർത്തി കളിക്കുകയല്ലേ ചെയ്യുക. ആ പ്രശ്നം കൊടിക്കുന്നിൽ അറിയുന്നവർക്കൊക്കെ അറിയാം. പത്രക്കാരി ചോദിച്ചു തിരുവഞ്ചൂരിനോട് നിങ്ങൾ ഷാലു മേനോനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഷാലു മേനോൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? പത്രക്കാർ കോൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കൂട്ടം പറഞ്ഞതിന്റെ കടലാസിന്റെ രേഖ. 19 മിനിറ്റ് ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്, 21 മിനിറ്റ് അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണാക്ക് പിണ്ണാക്ക് കുടുങ്ങിയാൽ ഓ ഇതാണോ? അത് ഷാലുവിനെ മിസ്സടിച്ചതാ. ഞാൻ ഷാലുവിനെ മിസ്സടിച്ചതാ. അല്ലാണ്ട് ചാത്തുക്കുട്ടിയോട് പറഞ്ഞു മിസ്സായിരിക്കും അടിച്ചിട്ടുണ്ടാവുക, എം മാറ്റി കെ ആക്കിയാൽ മതി, അത് അടിച്ചതായിരിക്കും. 19-22 മിനിറ്റ് നിങ്ങൾ മിസ്സടിച്ച് കളിക്കുക. അങ്ങനെ ആഭ്യന്തരമന്ത്രിയും ഒരു പെണ്ണുങ്ങളും തമ്മിൽ. ജോപ്പനെ പോലീസ് വിളിച്ചു. മുഖ്യമന്ത്രിയുടെ സ്വന്തമാണ്. ADGP ഹേമചന്ദ്രന്റെ ചോദ്യം ചെയ്യൽ, മോഡ് ഓഫ് ക്വസ്റ്റ്യനിങ്, ചോദ്യം ചെയ്യലിന്റെ ശൈലി പ്രത്യേകതകളാണ്. ഉരുട്ടുക, ഗരുഡം തൂക്കുക, നമ്മളെ സഖാക്കളെയൊക്കെ പീഡിപ്പിച്ചതുപോലെ ഭീകരമായി മർദ്ദിക്കുക, ഭേദിക്കുക, അതല്ല, പ്രത്യേക ചോദ്യം ചെയ്യലാണ്. എന്താ രീതി? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത CCTV ദൃശ്യം കുറച്ച് കാണിക്കും. പിന്നെ 5 മിനിറ്റ് ചോദ്യം. 5 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് ദൃശ്യം, 5 മിനിറ്റ് ദൃശ്യം, 5 മിനിറ്റ് ചോദ്യം. അങ്ങനെ ഒരു ദൃശ്യം എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുഖ്യ മുറിയിൽ നിന്ന് ജോപ്പൻ സൈഡ് റൂമിലേക്ക് പോവുക. അത് കൃത്യതയോടെ പിടിച്ചിട്ടുണ്ട് TV. ജോപ്പൻ പോയി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാളും കൂടി ഉണ്ട് തിക്കി തിരക്കിയിട്ട് ജോപ്പന്റെ പിന്നാലെ ആ റൂമിലേക്ക് പോകുന്നു. TVന്റെ ക്യാമറ തിരിഞ്ഞതുകൊണ്ടോ വെളിച്ച കുറവുള്ളതുകൊണ്ടോ എന്നറിയില്ല, ക്ലാരിറ്റി ഉണ്ടായില്ല, കൃത്യത ഉണ്ടായില്ല. പോണത് ഒരാളാണെന്ന് മനസ്സിലാവുന്നത്, ആരാന്ന് തിരിയുന്നില്ല. രണ്ടാമത്തെ ആള് അകത്ത് ചെന്ന് അധികം കഴിയുന്നതിന് മുമ്പ് അകത്തുനിന്നൊരു ശബ്ദം, ഒരൊച്ച, ഉമ്മൻ ഉമ്മൻ ഉമ്മൻ. അപ്പോൾ ADGP പറഞ്ഞു വിഷ്വൽ നിർത്ത്, ദൃശ്യം നിർത്ത്, ചോദ്യം ചോദിക്കട്ടെ. ADGP ചോദിച്ചോടോ ആദ്യം പോയത് ചെയ്യാന്ന് മനസ്സിലായി, രണ്ടാമത്തത് ആരാന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ പോയ ആള് രണ്ടാമത് എന്റെ അകത്തെത്തിയപ്പോഴാണല്ലോ ഒച്ച കേട്ടത്, ഉമ്മൻ ഉമ്മൻ ഉമ്മൻ. അതായത് ഉമ്മന. അപ്പൊ ജോപ്പൻ പറഞ്ഞു അല്ല സാർ, നിങ്ങൾ കേട്ടത് തെറ്റിപ്പോയതാ. ഉമ്മൻ 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 എന്നല്ല, ഉമ്മ ഉമ്മ ഉമ്മ. സരിത വന്ന് കെട്ടിപ്പിടിച്ച് നടന്നതാ. ഞാൻ ഈ മണ്ണൂർ വളവിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ചോദിക്കട്ടെ, ജോപ്പൻ ഉമ്മയാണ് കിട്ടിയതെങ്കിൽ മൂപ്പൻ എന്ത് കിട്ടിയിട്ടുണ്ടാവും? അല്ല, മൂപ്പനാരാന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് കുട്ടികളൊരു മട്ടല്ല കഷ്ണം ചെത്തിക്കോർപ്പിച്ചൊരു ടൂർണമെന്റ് നടത്തിയായിരിക്കും ക്രിക്കറ്റ്. അതിൽ ജയിച്ചവന് കൊടുക്കണ കപ്പ് തോറ്റവന് കൊടുക്കണ കപ്പിനേക്കാൾ ലേശമൊന്നും വലുതാവില്ല, ഉണ്ടാവും ഉറപ്പാണ്. ജോപ്പൻ ഉമ്മയാണ് കിട്ടിയത്. സരാവതിൽ കുറച്ചോളൂ, നിങ്ങൾ ആരും ചീത്ത അറിയില്ല, സെക്ഷൻ ഉണ്ടാക്കിയാലേ ഗൂഗിളിക്കുക. ജോപ്പൻ ഉമ്മയാണ് കിട്ടിയതെങ്കിൽ മൂപ്പൻ എന്താ കിട്ടിയിട്ടുണ്ടാവുക? അതിൽ ലേശം മെച്ചപ്പെട്ടതന്നെ കിട്ടിയിട്ടുണ്ടാവും, ഒരു സംശയവുമില്ല. കേരളത്തിലെ ഭരണസിരാ കേന്ദ്രം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തെമ്മാടികളുടെയും തേവിടിശികളുടെയും അഭിസാരികളുടെയും അരുതായ്മക്കാരുടെയും താവളമായി, തട്ടകമായി മാറിയിരിക്കുന്നു. മറുപടി പറയേണ്ടത് കോൺഗ്രസാണ്, UDF ആണ്. നമുക്കത് വിട്ടുകളയാം. കേരളത്തിലെ 2.25 കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് ആർക്കാ മെച്ചുണ്ടായത്? ഒരു പിടി പ്രമാണിമാർക്കല്ലാതെ. കോൺഗ്രസിന് മെച്ചുണ്ടായോ? പാവങ്ങൾക്ക് ഇല്ല. ലീഗിനോ ഒട്ടുമില്ല. വിലക്കയറ്റമില്ല എന്ന് കേരളത്തിൽ പറയാൻ ഒരാളെ കിട്ടുമോ നിങ്ങൾക്ക്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ പ്രസംഗിച്ചു എന്നൊക്കെ വരും. ധാർമ്മിക രാഷ്ട്രീയ ബാധ്യത കൊണ്ട് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയോ? പറ്റില്ല. വിലക്കയറ്റം രൂക്ഷാണ്. പണ്ട് നമ്മൾ പ്രസംഗിക്കും പറയാ വില വാണം പോലെയെന്നാ. എന്നാൽ വാണം ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് അയച്ചാൽ സ്പീഡൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പാരി സ്പീഡിലാണ് കയറുന്നത്. എന്റെ നാട്ടിൽ അപ്പുകൂട്ടേണ്ട ചായപ്പീടിയിൽ അലമാരി ഉണ്ടായിരുന്നത് ഉഴുന്നു വടേ, ഇപ്പോൾ അത് ഉഴുന്നു വളേ. പെണ്ണുങ്ങൾക്ക് നടുക്കൂടെ ലോട്ടേക്കൂടെ ഇങ്ങനെ കൈയിട്ട് കളിക്കുക. കാരണം മടുക്കുള്ള വട്ട വലിപ്പത്തില, വലിപ്പിന്റെ വലിയോട് കൂട്ടിയതാ. മുമ്പ് റിമ്മിന്റെ ഓട്ടോറിക്ഷന്റെ ടയറിന് റിമ്മ് അടിച്ച പോലെ നല്ല വലിപ്പത്തില. പണ്ട് 3/4 ഗ്ലാസ് ചായ 1/4 ഗ്ലാസ് പതിയാ ചായ. ഇപ്പൊ തിരിച്ച 3/4 ഗ്ലാസ് പതിയും 1/4 ഗ്ലാസ് ചായ. വലിച്ചു കുടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മിംസിൽ അഡ്മിറ്റ് ആവും, ശ്വാസകോശത്തിൽ പതൊടുങ്ങിയിട്ട്. 8 ഉറുപ്പ്യ കൊണ്ട് കൊടുക്കണോ ചായക്ക്?
VS ഭരിക്കുമ്പോൾ കേരളത്തിൽ വിലക്കയറ്റുണ്ടായിരുന്നില്ലേ? ഉണ്ടല്ലോ. ഇളമരം കഴിയുമ്പോൾ നമ്മുടെ MLA-യും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരിക്കുമ്പോൾ അദ്ദേഹം കയറുമ്പോഴുള്ള വിലയാണോ ഇറങ്ങും 5 കൊല്ലം കഴിഞ്ഞപ്പോഴുള്ളത്? അല്ല. മണ്ണൂർ വളവുകാരും ഞാൻ എന്റെ നാട്ടുകാരും ഒക്കെ വില കൂടിയിട്ടുണ്ട്. അരിക്കും മുളകിനും ഉപ്പിനും മണ്ണെണ്ണയ്ക്കും പഞ്ചസാരയ്ക്കും ഒക്കെ കൂടിയിട്ടുണ്ട്. അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ? പിന്നെ ഒറ്റ വ്യത്യാസം, വിലക്കയറ്റം ഒരു കൊടുവാണ് പോലെ പാവപ്പെട്ടവന്റെ കഴുത്തിൽ പതിക്കാൻ വരുമ്പോൾ അതിനെ തടഞ്ഞിരുന്നു. എങ്ങനെ? പൊതുവിതരണ ശൃംഖല സക്രിയമാക്കി, സചേതനമാക്കി, സുസജ്ജമാക്കി ഇടപെട്ടു ഗവൺമെന്റ്. എത്രയുള്ളൂ. ഇപ്പോഴതില്ല. ഒന്ന് ജനവിരുദ്ധമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ്, അന്നോ ജനപക്ഷമാണ്. ആകെ തേനും പാലൊന്നും ഒഴുകിയിട്ടില്ല. ഉള്ളതുകൊണ്ട് ഉള്ള കാര്യം ജനങ്ങൾക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഇതൊന്നും നന്നായിട്ടില്ല. ഇതാ പ്രശ്നം. കേരളത്തിൽ കരണ്ട് മന്ത്രിയുണ്ട്, ആര്യാടൻ മുഹമ്മദ്. നേരത്തെ 2 വകുപ്പുണ്ടായിരുന്നു. അമ്മ സഹായിച്ച് കിട്ടിയ 2 വകുപ്പും കട്ടപ്പുറത്താണ്. ഒന്ന് KSRTC ആണ്, ഒന്ന് കരണ്ടാണ്. ഇപ്പൊ അത് തിരുവഞ്ചൂരിന് കൊടുത്തതാണ്. പെട്ടിപ്പീടിയയിൽ ടൈം ബോംബിന്റെ ഒച്ച കേട്ടപ്പോൾ പത്രക്കാരെ വിളിച്ചു SI-നെ. ടൈം ബോംബിന്റെ ടിക് ടിക് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്, വന്ന് വിളിച്ചോളി. SI വന്നപ്പോൾ ടിക് ടിക് നല്ല ശബ്ദം കേൾക്കും. SIക്ക് മനസ്സിലായി എപ്പോഴാ പൊട്ടുക, അള്ളാഹ്ക്കും മൂപ്പർക്ക് മാത്രമേ അറിയൂ, വെച്ചോനും. വെറുതെ അത് പോയി കുട്ടികൾ പട്ടിണിയാവണ്ടല്ലോ, യതീമക്കളാവണ്ടല്ലോ. SI പറഞ്ഞു ഹെഡ് കോൺസ്റ്റബിൾ വിളിച്ചിട്ട് അതൊന്ന് പോയി നിർവീര്യാക്കി കാണാൻ. ജമ്മത്ത് ഹെഡ് കോൺസ്റ്റബിൾ ഓനും വിവരമാണ്. ഇയാൾ ബസുമതിയാണെങ്കിലോ 12 രൂപയിൽ അരിയുന്നുണ്ട്. ഓൻ പറഞ്ഞല്ല നിങ്ങൾ പോവാ നല്ലത്, കുടുങ്ങിയല്ലോ ആളുടെയും. SI സ്വകാര്യം വിളിച്ചു പറഞ്ഞു അഥവാ അപകടത്തിൽപ്പെട്ട് നീ മരിച്ചാൽ രാഷ്ട്രപതിയിൽ നിന്നും പരംവീർ ചക്ര കിട്ടുന്നു. അപ്പം SI-നോട് ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞ മറുപടി എന്തായാലും, നിന്റെ പെണ്ണുങ്ങൾ സുർക്കയിൽ മുളക് കിട്ടണോ, ഉണങ്ങി കറുത്തിട്ടൊരു പെണ്ണുങ്ങളാണ്, പ്രധാനമന്ത്രിന്റെ അടുത്തും പ്രസിഡന്റ് അടുത്തും പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് നല്ല ചുരുക്കുള്ള പെണ്ണുങ്ങളല്ലേ, ഓക്ക് വാങ്ങാനാണ് ഉഷാറുണ്ടാവുക, പോയി ചത്തോ നായിന്റെ മോനെ. മനസ്സിലായോ? അപ്പൊ ആര്യാടൻ മുഹമ്മദ് കട്ടപ്പുറത്തായപ്പോ തിരുവഞ്ചൂരിന് കൊടുത്തു. ടൈം ബോംബ് കൊടുത്തത് അത് എപ്പോഴാ പൊട്ടിച്ചില്ല. കഴിഞ്ഞ മാസം പെൻഷനില്ല, മാസം ശമ്പളമില്ല. മനസ്സിലായി നിങ്ങൾ? അത്ര മെച്ചത്തിലാണ് KSRTC പോകണം. സ്വകാര്യ ബസ് മുതലാളിമാർ കൂലി കൂടുതലിന് വേണ്ടി പണിമുടക്കിയപ്പോൾ അഥവാ സർവീസ് നിർത്തിവെച്ചപ്പോൾ പത്രക്കാർ ചോദിച്ചു എന്താ ചെയ്യാ, കൂലി കൂട്ടിക്കൊടുക്കോ? ഇല്ല. സർവീസ് നിർത്തിവെക്കുന്നതിൽ ജനം ബുദ്ധിമുട്ടില്ലേ? ഇല്ല. എന്താ ചെയ്യാ? കൂടുതൽ KSRTC ഇറക്കുന്ന. ആര്? തിരുവഞ്ചൂരാണ്. ഉള്ള KSRTCക്ക് 6 ടയറുണ്ടെങ്കിൽ കുഴപ്പമില്ല. പണ്ടൊരു ചെറിയ പറഞ്ഞിട്ടുണ്ട്, പാപ്പച്ചി വാങ്ങി തന്ന ഒറ്റ മുണ്ട അത് ഊരമുല അമർത്തി ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ കായലിലോട്ട് നായി അടിച്ചുകൊണ്ടോ നോക്കണം. ആകെ ഒന്നേ ഉള്ളൂ. ഉള്ളതന്നെ ഓട്ടാൻ പൈസ ഇല്ല, ഒഴിക്കാൻ പെട്രോളില്ല, ഡീസലില്ല. പിന്നെ പ്രൈവറ്റ് ബസ്സുകാരെ സമരം തടസ്സപ്പെടുത്താൻ, പൊളിക്കാൻ, പരാജയപ്പെടുത്താൻ കൂടുതൽ ബസ് ഇറക്കുക, പോട്ടെ. ആര്യാടൻ ഇപ്പൊ കരണ്ടാണ്ടത്. എന്താ അതിന്റെ സ്ഥിതി? വളരെ മെച്ചത്തിലാണ്. കയറുമ്പോൾ ആര്യാടൻ പറഞ്ഞത് അരമണിക്കൂറേ പവർ കട്ട് ഉള്ളൂ എന്ന്. കയറി ചിന്നേ വരെയുള്ള സ്ഥിതി അരമണിക്കൂറേ പവർ കട്ട് ഉള്ളൂ എന്നല്ല, അരമണിക്കൂറേ പവർ കിട്ടുള്ളൂ എന്ന. ബാക്കിയൊക്കെ പോക്കാം. ആര്യാടനോട് ചോദിച്ചപ്പോൾ ആര്യാടൻ ദേഷ്യം പിടിച്ചു. ഇടുക്കിയിൽ വെള്ളമില്ല ഞാനെന്താക്കും? പത്രക്കാർ ചോദിച്ചാൽ എന്താ ഇടുക്കിയിൽ വെള്ളമില്ലാത്ത? മുല്ലപ്പെരിയാർ പൊട്ടുന്നുണ്ടപ്പോ ഞാൻ ഇവിടെ തുറന്നിട്ടതല്ലേ. അട്ടത്തുള്ളത് എന്തും വന്നാൽ കക്ഷത്തുള്ളത് ഗുണോ അതൊക്കെ നോക്കണ്ടേ, അല്ലെങ്കിൽ അട്ടത്തുള്ളത് എത്തണം. അത് എത്തിയതുമില്ല. എന്തിയപ്പോ കക്ഷത്തുള്ളത് പോയിട്ട്. എന്റെ നാട്ടിലൊരു നമ്പൂരിയുണ്ട്, മുമ്പ് ഒരു തോടിന്റെ പുറത്ത് നിന്നിട്ട് മുണ്ടും പൊക്കി ചന്തി കാഴ്ച വരെ നിൽക്കുക. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ തിരുമ്പാനും കുളിക്കാനും വരുന്ന സ്ഥലമല്ലേ, നിങ്ങൾ ഇങ്ങനെ മൂടും കാഴ്ച നിന്നാൽ? നമ്പൂരി പറഞ്ഞു വിവരല്ലേ അല്ലേ. എടോ അപ്പുറത്തേക്കൊന്ന് നോക്കുക. നോക്കുമ്പോൾ എന്താ വെച്ചാൽ അപ്പുറത്തെ തോട്ടിന്റെ അക്കരയിൽ ഒരു പട്ടിയെ കുറ്റിയിൽ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു പട്ടി എവിടെയുള്ള നിങ്ങൾ എന്തിനാണ് മുണ്ട് പോക്കി നിൽക്കുന്നത്? അറിയില്ലേ, വിവരല്ലേ? എടോ തോട്ടിലെ വെള്ളം വറ്റുകയും പട്ടിയെ കെട്ടിയ തുടലിൽ ചങ്ങല പൊട്ടുകയും ചെയ്താൽ ആ ജന്തുവിനെ വന്ന് കടിക്കില്ലേ? കടിയേറ്റം മുട്ടുംകാലിനാ കിട്ടണമെന്ന് വെച്ചാൽ ഓപ്പറേഷൻ വേണ്ടേ? ചന്തിക്കാവുമ്പോൾ ചെറിയ പോറലല്ലേ ഏൽക്കുള്ളൂ, ഇറച്ചിയുള്ള ഭാഗമാണല്ലോ. ഓയിൽമെന്റ് പറ്റിയാൽ 3 ദിവസം കൊണ്ട് മാറുമല്ലോ. അതുകൊണ്ട് കടിച്ചോട്ടച്ച് പൊക്കിക്കുക ഈ ചങ്ങാതി. തോട്ടിലെ വെള്ളം വറ്റണം, പട്ടിക്ക് തൊടല് പൊട്ടണം, ഇത് ചങ്ങായിനെ തന്നെ വന്ന് കടിക്കാൻ തോന്നണം. മുണ്ടും പൊക്കി നിൽക്കുക. മുല്ലപ്പെരിയാർ പൊട്ടുന്നു കരുതിയിട്ട് ഇടുക്കി തുറന്നിട്ടതാ. പല്ല് വെച്ച് പുൽക്കുടിയാൻ വെള്ളമല്ലേ ഇപ്പൊ ഇത്. കരണ്ടിന്റെ പോലെ എങ്ങനെ? എന്റെ നാട്ടിലെ പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ താഴെയാ കറണ്ട് ഓഫീസ്. നമ്മുടെ ഗവൺമെന്റ് ഉള്ളപ്പോൾ സുന്ദരമായ ഓഫീസ് ഉണ്ടാക്കി കൊടുത്തതാ. 4 കള്ളി ജനല മുന്നിൽ ചില്ലിട്ടത്. സഖാവ് AK ബാലൻ ഭരിക്കുമ്പോൾ ഒരു കർക്കിടക മാസത്തിൽ കനത്ത മഴ പെയ്തു. കനം തൂങ്ങിയ ഒരു പ്ലാവിന്റെ കൊമ്പ് കമ്പിയിലോടേക്ക് മുറിഞ്ഞു കൂടും. പണ്ടാടക്കം ലീഗ് ഓഫീസിലേക്ക് പോണ കമ്പിയത്. പ്ലാവിനറിയിലുള്ളതാണല്ലോ. ഒരു 5 മിനിറ്റ് കമ്പി പൊട്ടിയപ്പോൾ കറണ്ട് പോയി. ലൈൻമാൻമാർ അപ്പൊ തന്നെ കറണ്ട് നന്നാക്കിയിട്ടു. 5 മിനിറ്റേ ഉള്ളൂ. പക്ഷെ എന്താ ലീഗിന് കിട്ടിയ ചാൻസിൽ ഗോലോ തക്ബീർ അല്ലാഹു അക്ബർ തന്നെ കിട്ടിയ കൂടാളും കൈക്കോട്ടോ ബിക്കാസോ പച്ച പൊടിയൊക്കെ എടുത്ത് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ച് ആഫീസാണ് പൊളിച്ചു. ലൈൻമാനെ തല്ലി. ഓവർ ഡ്യൂട്ടി എടുക്കാൻ വന്ന ഉണ്ടായിരുന്നു. ഓന്റെ മൂർത്താവൻ അടിച്ചു പൊളിച്ചു. പിന്നെ പുറത്തേക്ക് വരുമ്പോൾ 4 കള്ളി ജനലോട്ട് അടിച്ചു പൊളിച്ചു ചില്ലിട്ടത്. പിറ്റേന്ന് റഫീഖ് എന്ന് പറഞ്ഞുകൊണ്ട് ടൗൺ യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയാണ്. നല്ലവനാ, ചെറുപ്പക്കാരന്റെ സുഹൃത്താ. ഞാൻ ചോദിച്ചോടോ പ്രതിഷേധം വെച്ചാൽ ഒരു ചില്ലടിച്ച് പൊട്ടിച്ചാൽ പോലെ ബാക്കി 3 നിർത്തിക്കൂടെ? നമ്മളെ ഓഫീസല്ലേ.
ആ നല്ലോനായ ചെറുപ്പക്കാരെ യൂത്ത് ലീഗുകാരെന്ന് പറഞ്ഞപ്പോൾ പൊതുയോഗത്തിലൊന്നും പറയരുത്, പിടുത്തം വിട്ടുപോയതാ, നമ്മുടെ നിയന്ത്രണം വിട്ടതാണ്. ഞാൻ ചോദിച്ചെന്തേ? ഒരു ചില്ല അടിച്ചു പൊട്ടിക്കാനാ തീരുമാനിച്ച്. എന്നിട്ടോ ഞങ്ങൾ അകത്ത് ചെന്ന് അലമാര തുറന്ന് ഫയലൊക്കെ കത്തിച്ച് 4 ലൈൻമാന് ചെള്ളക്ക് കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് പൊട്ടിക്കണമെന്ന തീരുമാനം. ഇത് ബാക്കി എന്തേ പൊട്ടിച്ച്? ഒന്നും പറയണ്ട. ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ ചുമരിനോട് EMS അത് കണ്ടപ്പോൾ നട്ടത്തിലാണ് വിളിച്ചതാ. നിങ്ങളുടെ ഓഫീസ് നേതാവിന്റെ പേരല്ലേ, അങ്ങോട്ട് അടിച്ചു പൊളിച്ചതാണ്. ലീഗ് ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ EMS എന്ന് എഴുതിയത് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്നല്ല, ഇലക്ട്രിസിറ്റി മേജർ സെക്ഷൻ എക്ക് സ്ഥലമില്ലായിട്ട് എഴുതിയേക്കാൻ പറഞ്ഞതാ. അപ്പം വിചാരിച്ച ഭ്രാന്തളകിട്ട് EMSന്റെ പോലെയാണ്. അത്രയല്ലേ കഥ വിളിച്ച്. കോട്ടക്കലെ രാജാസ് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായ OV വിജയന്റെ കൂടെ പഠിച്ചവർ OV വിജയനോട് പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ചുറ്റോറും കുറച്ച് പൂച്ചട്ടിയും വെച്ചു. കൂമൻ കാവ് എന്ന് പേരിട്ടു. അത് കാവെന്നായിട്ടല്ല, കൂമനായിട്ടല്ല. ഖസാക്കിന്റെ ഇതിഹാസം എന്ന വിശ്വപ്രസിദ്ധമായ ആഖ്യായിക തുടങ്ങുന്നത് രവി കൂമൻ കാവിൽ ഇറങ്ങിയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. കൂമൻകാവിൽ ഇറങ്ങി രവി എന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് കൂമൻകാവ് എന്ന് പേരിട്ടത് ആ സ്ഥാപനം. ഈ പൂന്തോട്ടത്തിന് OV വിജയന്റെ പ്രതിമയുണ്ടാക്കി. ലീഗുകാരെല്ലാം കൂടി അത് പൊളിക്കാൻ തീരുമാനിച്ചു. എന്റെ നാട്ടിൽ നിന്ന് പോയി SMS കിട്ടിയതിനനുസരിച്ച് പോയി വന്നപ്പോൾ മുമ്പൊരു പുളി കുടിച്ച കുരങ്ങന്റെ വൈദ്യം. ഞാൻ ചോദിച്ചു എന്തേ? ഞങ്ങൾ വിജയന്റെ പ്രതിമ എന്ന് കേട്ടപ്പോഴേ പിണറായി വിജയന്റെ പ്രതിമയെ പൊളിക്കാനുള്ളതെന്ന ആടെ പോയി ഒക്കെ പണിയിക്കാൻ വയ്യ തോശാൻ താഴി വെച്ച ഒരു ചങ്ങാതി, ഉണങ്ങി വലിയ ചങ്ങാതി. ഞാനറിയില്ല അയാളെ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാ ലീഗ്. ഞാൻ വിശദീകരിക്കുന്നില്ല. DYFI ചോദിക്കുന്നത് 2 ചോദ്യമാണ്. ഞാൻ ഈ പറഞ്ഞതിലെ തമാശയും കുത്തും മൊനമ്പും ഒക്കെ ഒഴിവാക്കിക്കും. ചോദ്യം 2 കരണ്ട് സംബന്ധിച്ച്. 1, ഇടതുപക്ഷം കേരളം ഭരിച്ച 5 കൊല്ലം 5 മിനിറ്റ് പവർ കട്ടുണ്ടായോ? ഇല്ല. ചോദ്യം 2, ഇടതുപക്ഷം കേരളം ഭരിച്ച 5 വർഷം 5 നയാ പൈസ കരണ്ട് കൂലി കൂട്ടിയോ? ഉത്തരം ഇല്ല. എന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം? അത് പരിശോധിച്ചാൽ മതി. നമ്മൾ വേറെ സാഹിത്യം ശാസ്ത്രം ഒന്നും പറയണ്ട. ഇടതുപക്ഷം VS മുഖ്യമന്ത്രിയും ബാലൻ കരണ്ട് മന്ത്രിയുമായിരുന്നപ്പോ 5 മിനിറ്റ് പവർ കട്ടില്ല. 5 പൈസ 5 കൊല്ലത്തിനിടയിൽ വർധനവുണ്ടായിട്ടില്ല കരണ്ട് കൂലിയിൽ. അലാമുദ്ദീന്റെ അത്ഭുത വിളക്ക് ഉണ്ടായിരുന്നോ VSന്റെ കയ്യിൽ? ഇല്ല. മാസ്മരിക പ്രഭയോ മാന്ത്രിക വടിയോ ഉണ്ടായിരുന്നോ ബാലന്റെ കൈവശം? ഒട്ടും ഉണ്ടായിരുന്നില്ല. ആകെയുള്ളത് ജനപക്ഷ രാഷ്ട്രീയം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന പ്രതിബദ്ധത അതേ ഉണ്ടായിരുന്നുള്ളൂ. പരിശോധിക്കണം. അത്രയും ഞങ്ങൾ അപേക്ഷിക്കുന്നുള്ളൂ. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രസംഗം അല്ലത്. സത്യസന്ധമായി പരിശോധിച്ചാൽ മതി. കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും അബ്ദുറബ്ബ് എന്ന മൂപ്പരെ പേര്. അള്ള കാക്കട്ടെ എന്ന് പറഞ്ഞ് ലീഗുകാരോട് ഉൾപ്പെടെ ദ്വയറക്കുകയാണ്. ഇപ്പൊ പ്രാർത്ഥിക്കുക, ഇതൊന്ന് നിർത്തി കിട്ടണേ. അത്ര മിടുക്കല അബ്ദുറബ്ബ്. റബ്ബ് 10ാം ക്ലാസ് പാസ്സായ കഥയുണ്ട്. എന്റെ നാട്ടിലുണ്ട്. ഇവിടെ കടലുണ്ടിയും പഞ്ചായത്തിലുണ്ടോ വണ്ണൂറുകളിലുണ്ടോ എന്നറിയില്ല. സ്കൂളിൽ 10ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ പഠനാവധി എന്ന് പറഞ്ഞ സാധനമുണ്ട്. സ്റ്റഡി ലീവ്. കുറച്ച് ദിവസം കൂട്ടും നന്നായി പഠിച്ചെഴുതാൻ. റബ്ബിനും കൂട്ടി 15 വയസ്സ് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മൂപ്പര് കൊലയിലിരുന്ന് പഠിക്കുക. അവിടെ ചെമ്മാട്ട് പരപ്പനങ്ങാടി
അപ്പുറത്തെ പുരയിൽ മൂപ്പര വീടിന്റെ അടുത്തുള്ള കുട്ടിയും പഠിക്കുന്നുണ്ട്. അടുത്ത കുട്ടികളാണ്. കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടിയുണ്ട്, എന്റെ ഉമ്മ എനിക്ക് തലവേദനയാവണോ പഠിക്കണോ വണ്ടി വരിയോ എന്നൊക്കെ ഒച്ചയും കൂടി. ഇയാളിങ്ങനെ കുറച്ച് നമ്മളെ ക്ലബ്ബ് കുറച്ചു നേരം നോക്കിക്കുമ്പോ ആ കുട്ടീന്റെ ഉമ്മ ഉണ്ട് അകത്ത് ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് ഐസിന്റെ കട്ടെടുത്ത് കുട്ടീന്റെ നെറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരച്ചു കൊടുക്കുക, വെള്ളം ഇങ്ങനെ ഇറ്റുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ഒരോളി നിർത്തി. ഇങ്ങനെയാണ് നമ്മൾ പറയാ, കരച്ചിൽ നിർത്തി. കൗതുകത്തോടെ 15 വയസ്സുള്ള കുട്ടിയല്ലേ, നമുക്കൊക്കെ കൗതുകം ഉണ്ടാവും. അബ്ദുൾ റബ്ബ് ഉമ്മാനോട് ചോദിച്ചു, എത്ര അമ്മക്കാണ്? ഉമ്മ പരപ്പനങ്ങാടിക്കാരിയാ, ചെമ്മാട്ടുകാരിയാ. പ്രാദേശിക ഭാഷയിൽ ഉമ്മ മോനോട് പറഞ്ഞു, അവനിക്ക് പനിയാണ്. ഓന് പനിയാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കൊരു മനസ്സിൽ വെച്ചു. പരീക്ഷ വന്നു 2 ആഴ്ച കഴിഞ്ഞപ്പോ. ചോദ്യങ്ങളിൽ ഒന്ന്, ഭൂമിയിൽ മഞ്ഞുരുകുന്നത് എന്തുകൊണ്ട്? യാ അല്ലാ, ഇവരെന്ത് ഭൂമി എന്ത് മഞ്ഞ്? കുറുക്കം തിരുത്തിയും കുടുങ്ങിയത് തിരിഞ്ഞടിക്കാം. എന്തോ പഠിച്ചാലല്ലേ എഴുതാൻ പറ്റൂ. ഉമ്മ കൊടുത്ത പെൻസിലിന്റെ പക്കമൊക്കെ കടിച്ച് തുപ്പലാക്കി നാശകോശാക്കി ബെല്ലടിക്കാൻ 5 മിനിറ്റുള്ള ടീച്ചർ വെച്ച് ഇവിടെ പണ്ടാറടക്കുക, നീറ്റ് പോടാ വിടുന്നത്. നോക്കുമ്പോ ഉത്തരം എഴുതണേ. ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടില്ല. അപ്പൊ ചോദ്യം എന്താ? ഭൂമിയിൽ മഞ്ഞുരുകുന്നത് എന്തുകൊണ്ട്? മൂപ്പർക്കൊന്നും അറിയില്ല. പെട്ടെന്ന് ഓർമ്മ വന്നു, ഇന്നാളെ കുട്ടിക്ക് പനിയായപ്പോ നെറ്റിന്റെ ഉള്ള ഐസിന്റെ കട്ട വെച്ചപ്പം മഞ്ഞിങ്ങനെ ഇറ്റു പോണല്ലോ. ഐസിന്റെ കട്ട അറിഞ്ഞാൽ മഞ്ഞാണല്ലോ, ചൂടായതുകൊണ്ടാണ് ഉരുകിയത്. മൂപ്പർ എഴുതി, അവനിക്ക് പനിയാണ്, ഓന് പനിയാണ്. അവനെ കൊണ്ട് കുട്ടിയെ കൊണ്ടാണല്ലോ പൊന്തിക്കുക. ഒരേ പോന്നു. പരീക്ഷയുടെ ഉത്തരക്കടലാസ് നോക്കാൻ വന്നത് സംസ്കൃതം ഭ്രാന്തനായ അധ്യാപകന, പ്രേമിയല്ല കേട്ടോ, സംസ്കൃതം ഭ്രാന്തൻ. സംസ്കൃതം എന്നിട്ട് കേട്ടാ മൂപ്പർക്ക് മതി, എന്തും ക്ഷമിക്കും. ചോദ്യം എന്താ? ഭൂമിയിൽ മഞ്ഞുരുകുന്നത് എന്തുകൊണ്ട്? എന്താ നമ്മുടെ കുട്ടി എഴുതിയ ഉത്തരം? അവനിക്ക് പനിയാണ്. അവനി എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം ഭൂമി. ഭൂമിക്ക് പനിയാണ് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ചൂടാണ്. ഭൂമിക്ക് ചൂടാകുമ്പോഴാണ് മഞ്ഞുരുകുക എന്നത് സയന്റിഫിക് തിയറിയ, ശാസ്ത്രീയ സിദ്ധാന്തം. സംസ്കൃത അധ്യാപകൻ വിചാരിച്ചു കുണ്ടൻ സർഗാത്മകമായി കാവ്യാത്മകമായി എഴുതിയതാ, കിടക്കട്ടെ 95 അങ്ങനെ എഴുതി കിട്ടിയതാ കുരിപ്പിന് 95 മാർക്ക്. അല്ലെങ്കിൽ തോറ്റു പണ്ടടക്കി പോണ്ടതാ. അത് നാട് നന്നായി പോയിരുന്നു. ഇങ്ങനെ ജയിച്ചതേ. കേരളത്തിൽ എല്ലാ മന്ത്രിമാർക്കും എന്നതുപോലെ അബ്ദുൾ റബ്ബിനും വീട് കൊടുത്തു ഗവൺമെന്റ്. എല്ലാ മന്ത്രിമാർക്കും കൊടുക്കാറുണ്ട്. വീടിന്റെ പേര് ഗംഗ എന്ന. വീട്ടു കൂടുതൽ കയറാൻ നോക്കുമ്പോൾ മൂപ്പര് ചുമരിന്റെ ഉള്ളു ഗംഗ. അല്ലാ, അത് നമ്മളെ കൗമല്ല, ഇത് നമ്മുടെ മതമല്ല, മാറ്റിക്കാണാം, ഗ്രേസ് എന്നാക്കിക്കാണാം. ചെമ്മാട്ടുള്ള മൂപ്പരെ പോരേന്റെ പേരും ഗ്രേസ് എന്ന. അതിന് തെറ്റൊന്നുമില്ലട്ടോ. ഗ്രേസ് നടത്തേണ്ട മോശമുണ്ടോ? ഒരു മോശമില്ല. ഞാൻ ഇംഗ്ലീഷിലേക്ക് അത്ര വിവരമില്ലാത്തതുകൊണ്ട് ഡിക്ഷണറി നോക്കി. ചാരുത, സൗകുമാര്യം, ദൈവകൃപ, ഈശ്വരാധീനം, അതൊക്കെയാണ് അർത്ഥം. അതിന് ബന്ധം തെറ്റ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു വീട് ഞാൻ ഉണ്ടാക്കിയിട്ട് ചുമരനോട് എനിക്ക് ഇഷ്ടമില്ലാത്ത പേരുണ്ടായാൽ അവിടെ കിടന്ന് ഉറക്കിട്ടു. എനിക്ക് അതിലൊന്നും തെറ്റില്ല. പക്ഷേ പത്രക്കാർ ചോദിച്ചു, കുറച്ചു നേരത്തെ കണ്ട ബോർഡ് ഗംഗ എന്നാണല്ലോ, ഇപ്പൊ ഗ്രേസ് എന്നാണല്ലോ, എന്തേ കാരണം? നാം മന്ദബുദ്ധി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരല്ലാത്തോണ്ട് മാറ്റിയതാണ്. എന്ത് പറഞ്ഞാൽ എന്താ അറിയോ? ഇത് മുസ്ലിമിന്റെ പേരല്ല, ഹിന്ദുവിന്റെ പേരാ, അതുകൊണ്ട് എഴുതിയതാണ്. കള്ളു കുടിക്കുന്നതിന് കുഴപ്പമില്ല, മാട്ട കഴുത്ത് കെട്ടി അങ്ങാടിയിൽ ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? ഇയാൾ അമ്മാതിരി മന്ദബുദ്ധിയാണ്. പത്രക്കാർ 1 10 എഴുതാൻ തുടങ്ങി. ഗംഗ എന്ന് പറഞ്ഞ ഹിന്ദുവിന്റെ പേരാ, അല്ല ഒരു നദീന്റെ പേരാ. പെരിയാർ എന്നാണ് ആര്യാട മുഹമ്മദിന്റെ വീടിന്റെ പേര്, അതൊരു നദീന്റെ പേരാ. ബ്രഹ്മപുത്ര, ഗോദാവരി, നിള, കാവേരി, പമ്പ, ഇതൊക്കെ പറയുന്നത് പ്രഗത്ഭമായ നദികളുടെ പേരാ. ഭാരതത്തിലെ നദികളുടെ പേരാ, കേരളത്തിലെ നദികളുടെ പേരാ. അതിലൊന്നാ ഗംഗ. ഒരു മതമില്ല, അതിന് ഒരു ജാതിയില്ല. മുസ്ലിം ലീഗ് നേതാവായതുകൊണ്ടാണ് അത്ര ഇയാൾ പറഞ്ഞത് മുസ്ലിമിന്റെ പേരല്ല ഗംഗ, അതുകൊണ്ട് ഗ്രേസ് എന്നാക്കിയതാണ്. കണ്ണൂർ പോലുള്ള ലീഗിനോട് നിങ്ങൾ ചോദിക്കട്ടെ, ഇവിടെ മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിന്റെ പേരെന്താ? ദിനപത്രത്തിന്റെ പേര് ചന്ദ്രിക ആണ്. എന്നാ പിന്നെ നിങ്ങൾക്ക് ആയിഷ എന്നാക്കിക്കൂടെ? ചന്ദ്രിക ഹിന്ദുവിന്റെ പേരല്ലേ? അങ്ങനെ ആക്കുമല്ലോ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ. അടുത്ത് തന്നെ അബ്ദുൾ റബ്ബിന്റെ വീട്ടിൽ നിന്ന് വരാനിടയുള്ള ഒരു വാർത്ത എന്താ നമ്മൾ കേട്ടോളി. അബ്ദുൾ റബ്ബിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ സീലിംഗ് ഫാനിന്റെ പേര് ഉഷാന്ന. മുമ്പരത് കദീശയാക്കാൻ പോവുക. നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ലാന്ന്. വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് വേർത്തൊലിച്ച് കിടക്കേനോട് കിടന്ന് മേലോട്ട് നോക്കും, ഉഷേനെ കാണുന്നത്. അതിന്റെ കാറ്റൊരു ഉഷാറുണ്ടാവില്ല. കദീശയാകുമ്പോൾ മരുന്നടക്കുമ്പോൾ ഒരു പോലീസ് ഉണ്ടാകുമല്ലോ, ഒരു സുഖം കിട്ടുമല്ലോ. നമുക്ക് ഒരു ഉഷ കദീശയാക്കുക. ആ ജാതി മന്ദബുദ്ധിയ നാട് ഭരിക്കണത്. പിന്നെ ശശികല ടീച്ചർ RSS ഭ്രാന്തളകൂലി. ഇജാതി തെമ്മാടിത്തം ഇസ്ലാമിക തീവ്രവാദികൾക്ക് അനുകൂലമായി ചെയ്യുന്നത് കൊണ്ടാണ് ശശികലയ്ക്ക് ഭ്രാന്തളകണത്, ഹിന്ദു ഐക്യവേദിക്ക് ഭ്രാന്തളകണത്. പൊതുവിൽ കണ്ണുടിച്ച് നിൽക്കണ പോലെയാണ്. ആ മൂലക്ക് കടന്നോട്ടെ വിചാരിച്ചാൽ മൂട്ട് കൊണ്ടുപോയി കടന്നല്ല കൊണ്ട് കുത്തിക്കണം. ടീച്ചറിന്റെ ചോട്ടിൽ ചൊറിയാൻ പറ്റി കിടക്കുക, വീണ് കിട്ടിയ കരയയച്ചു. എന്നാൽ തേങ്ങ വലിച്ചതിന്റെ മൂർത്താവിലേക്ക് നടന്നോ, അങ്ങോട്ട് ഇട്ടൂടെ? ഇതാണ് ഏർപ്പാടെ. ഇസ്ലാമിക തീവ്രവാദികൾ ഹൈന്ദവ തീവ്രവാദികളെ സഹായിക്കുന്നു, തിരിച്ചും പരസ്പര സഹായ സഹകരണ സംഘം. അങ്ങനെ നിൽക്കുക. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ നാട് ഐക്യജനാധിപത്യ മുന്നണിയുടെ 2.25 കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് 5 കൊല്ലക്കാലം സഖാവ് VS ന്റെയും കോടിയേരിയുടെയും എളമരം കരീമിന്റെയും ഭരണത്തിൽ